പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാവിലെ സമയം പ്രഭാത പ്രാർത്ഥനയായി കൂടി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ സ്തുതിപ്പാനും ദൈവം ഇത്രത്തോളം അവസരങ്ങൾ നൽകി തന്നുവല്ലോ. കർത്താവ് തന്ന അവസരത്തെ ഒരു പ്രശംസയും പദവിയുമായി കരുതുകയും രാവിലെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്തൃദാസന്മാർക്കുമുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ വിനീതമായി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം സഹായിക്കുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അല്പനിമിഷത്തെ ദൈവവചന ധ്യാനത്തിനായി ചില ദിവസങ്ങൾക്ക് മുൻപ് നാം ആരംഭിച്ച തിരുവചന ഭാഗത്തിലേക്ക് തന്നെ ശ്രദ്ധയിട്ടിരിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നിന്ന് ഏലിയാവിന്റെ ചരിത്രം നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് ഇടയാക്കി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 സന്ദേശങ്ങൾ ഏലിയാവിന്റെ ചരിത്രത്തിൽ നിന്ന് നാം ശ്രദ്ധിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ അടുത്ത സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നിന്ന് നാം കാണുകയുണ്ടായി, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. നമ്മെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്ന ഏലിയാവിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ച അത്ഭുതകരമായ കാര്യങ്ങളുടെ ഒരു ചരിത്രം വിവരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു. ഇന്ന് നാം പ്രവേശിക്കുന്നത് ഏലിയാവിൻ്റെ ലൈഫിൽ ദൈവം കൊടുത്ത കരുതലുകളെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഭക്തനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രൊവിഷൻസുകളെ കുറിച്ചാണ്. ഭക്തനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ കരുതലുകളെ കുറിച്ചാണ്. നമുക്ക് വേഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 4-ാം വാക്യം. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന് തൻ്റെ ഭക്തന്മാർക്കു വേണ്ടി കരുതുവാൻ നിരവധി പ്രൊവിഷനുകൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ദൈവത്തിന് നിരവധി കരുതലുകൾ തൻ്റെ ഭക്തന്മാർക്കു വേണ്ടിയുള്ളത് കയ്യിലുണ്ട്. ഇവിടെ 2 കാര്യങ്ങളാണ് ഏലിയാവിന് വേണ്ടി ദൈവം ഒരുക്കിയത്. 1, തോട്ടിൽ നിന്നുള്ള വെള്ളം. 2, രാവിലെയും വൈകിട്ടുമായിട്ടുള്ള അപ്പവും ഇറച്ചി. അപ്പോൾ വെള്ളവും ആഹാരവും ദൈവം തൻ്റെ ഭക്തന് വേണ്ടി ഒരുക്കി. ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലായത്, ദൈവം സാധാരണ നിലയിൽ തൻ്റെ മക്കളുടെ ആവശ്യം നിറവേറ്റുന്നത് സ്വാഭാവികമായ മാർഗങ്ങളിൽ കൂടെയാണ്. ശരിയല്ലേ? ദൈവം സാധാരണ നിലയിൽ തൻ്റെ
തൻ്റെ ജനത്തിൻ്റെ ആവശ്യം ദൈവം നടത്തി കൊടുക്കുന്നത് തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള മാർഗങ്ങളിലൂടെയാണ്. എന്നാൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത് സ്വാഭാവിക മാർഗങ്ങൾ പരാജയപ്പെടുമ്പോഴാണ്. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് രാവിലെ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നിന്റെ ലൈഫിൽ വെളിപ്പെട്ട് വരേണ്ട ചില സ്വാഭാവികമായ മാർഗങ്ങൾ, നീ മുട്ടിയ വാതിലുകളാകാം, തുറക്കപ്പെടേണ്ട നന്മയാകാം, ഒരുക്കപ്പെടേണ്ട വഴികളാകാം. പക്ഷേ നിന്റെ ലൈഫിൽ വെളിപ്പെടേണ്ട ചില സ്വാഭാവികമായ മാർഗങ്ങൾ പരാജയപ്പെട്ടു എന്നോർത്ത് നിരാശപ്പെടരുത്. നിനക്കു വേണ്ടി വെളിപ്പെട്ടു വരേണ്ട സ്വാഭാവികമായ ചില മാർഗങ്ങൾ പരാജയപ്പെടുമ്പോൾ നിന്റെ ലൈഫിൽ സൂപ്പർ നാച്ചുറൽ ഒരുക്കിത്തന്ന്, അത്ഭുതങ്ങൾ നൽകിത്തന്ന് നിന്നെ നടത്തുവാൻ ശക്തനായൊരു ദൈവത്തെയാണ് ഇന്ന് രാവിലെ സമയം നാം ആരാധിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം നൽകുന്ന വിഷയമായിരിക്കണം. സ്തോത്രം. അപ്പോൾ സ്വാഭാവികമായ മാർഗങ്ങൾ പരാജയപ്പെടുമ്പോൾ സൂപ്പർ നാച്ചുറലിലൂടെ നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്, നാം സ്തുതിക്കുന്നത്. നോക്കുക, വെള്ളം ഇവിടെയുണ്ട്. കാരണം എല്ലാ തോടിന്റെ കരയിലാണ് ഒളിച്ചിരിക്കുന്നത്. വെള്ളം ആവശ്യത്തിന് ഇവിടെ ഉണ്ട്. പക്ഷേ ഭക്ഷണത്തിനുള്ള മാർഗം കണ്ടില്ല. ഏലിയ വരുമ്പോൾ അവിടെ ഭക്ഷണത്തിനുള്ള മാർഗമില്ല. വെള്ളമുണ്ട് ഓൾറെഡി. എന്ന് പറഞ്ഞാൽ വെള്ളം ആവശ്യത്തിനുണ്ട്, ഭക്ഷണം കൊടുക്കാൻ ആളില്ല. അപ്പോൾ തീർത്തും അസ്വാഭാവികമായ ഒരു കാര്യം ദൈവം അവിടെ ചെയ്യുകയാണ്. പലതും നിന്റെ കൺമുമ്പിൽ ഇല്ല എന്ന് തോന്നും. നീ നോക്കുമ്പോൾ ഇല്ല ഇല്ല ഇല്ല. പക്ഷെ ദൈവം നിനക്ക് വേണ്ടി അസ്വാഭാവികമായ ചില കാര്യങ്ങൾ ചെയ്യും. ഇന്ന് രാവിലെ എത്ര പേർക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്? കാരണം നമ്മുടെ ദൈവം എക്സ്ട്രാ ഓർഡിനറിയുടെ ദൈവമാണ്. വാതുറന്നൊരു 10 പ്രാവശ്യം പറ, എനിക്ക് വേണ്ടി അസ്വാഭാവികമായ ചിലത് ദൈവം ചെയ്യുന്ന വർഷമാണ് 2024. ഈ മെയ് മാസത്തിൽ അത് ആരംഭിക്കാൻ വേണ്ടി പോകുകയാണെന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറയുക. നോക്കുക, ഏലിയാവിന് വേണ്ടി ദൈവം ഒരു അസ്വാഭാവികമായ കാര്യം ചെയ്തു. ആരാണ് അപ്പം കൊണ്ടുവരുന്നത്? സ്തോത്രം. നോക്കുക, കാക്ക അപ്പം കൊണ്ടുവരികയാണ്. വേദപുസ്തക ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അസ്വാഭാവികമായൊരു കാര്യം ദൈവം തൻ്റെ ഭക്തന് വേണ്ടി പ്രൊവിഷൻസ് ഒരുക്കാൻ, കരുതൽ നടത്തുവാൻ വേണ്ടി ചെയ്യുകയാണ്. സ്തോത്രം. കാക്കയാണ് അപ്പം കൊണ്ടുവരുന്നത്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണിത്. കാക്ക അപ്പം കൊണ്ടുവരുന്നത്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ പിന്നെ കാക്കയ്ക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ദൈവം കൽപ്പിച്ചതാണെങ്കിൽ ഒരിക്കലും ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പോലും അവർക്കത് ചെയ്തേ പറ്റൂ. കാരണം ദൈവം നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയതാണ്. സ്തോത്രം. 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാക്കയ്ക്കൊരു പക്ഷേ ഇഷ്ടമൊന്നും കാണുകയല്ല. രാവിലെ വൈകിട്ടും ഡ്യൂട്ടിയല്ലേ, ഒരേ സ്ഥലത്തേക്ക് പറക്കണം. തൻ്റെ കൊക്കിൽ കാക്കയും അല്ല അപ്പവും ഇറച്ചിയുമായി പോകണം. എന്നാൽ അതിനകത്തുനിന്നൊരു അല്പം പോലും തനിക്ക് ഭക്ഷിക്കാൻ അനുവാദമില്ല താൻ. സ്തോത്രം. നോക്കിക്കേ, ദൈവം കൽപ്പിച്ചതല്ലേ, ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. ഇന്ന് രാവിലെ കർത്താവിന് പറയുന്നു, ഏത് ഭാഷക്കാരാണെങ്കിലും, ഏത് വംശമാണെങ്കിലും, ഏത് വർഗമാണെങ്കിലും
നിനക്ക് വേണ്ടി ചെയ്യാൻ ദൈവം ചിലതിനോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലെങ്കിലും ചെയ്തേ പറ്റൂ. കാരണം ഇത് അത്യുന്നതന്റെ കൽപ്പനയാണ്. തൻ്റെ ദാസന്മാർക്കു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ അസാധാരണ കൽപ്പനയാണ്. ഇന്ന് രാവിലെ സമയം നിനക്കു വേണ്ടി ആരോടൊക്കെയോ ദൈവം ചില കാര്യങ്ങൾ രാവിലെ കൽപ്പിക്കുകയാണ്. സ്തോത്രം. ശാന്തമായി ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൽപ്പന വെളിപ്പെടേണ്ട ഇടങ്ങളിൽ ഇന്ന് രാവിലെ വെളിപ്പെടുന്നുണ്ട്, പുറപ്പെടുന്നുണ്ട്. നമ്മുടെ ദൈവം കൽപ്പിക്കുന്ന ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാവിലെ അവൻ നമുക്ക് വേണ്ടി ചിലത് കൽപ്പിക്കുന്നുണ്ട്? അത് അടയാള സഹിതം വെളിപ്പെടാൻ പോവുകയാണ്. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇവിടെ ഈ അപ്പവും ഇറച്ചിയുമായി വന്ന ഈ കാക്ക നമ്മുടെ നാട്ടിലെ കാക്കയോട് നാം ഉപമിക്കരുത്. കാരണം ഇതൊരു ചെറിയ കാക്കയല്ല. ഇതിനെ ഇംഗ്ലീഷ് ബൈബിളിൽ റാവൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. റാവൻസ് എന്ന് പറഞ്ഞാൽ മലങ്കാക്ക എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. സ്തോത്രം. ചില വേദചിന്തകന്മാർ പറയുന്നത് 2.5 അടി നീളം ഇതിനുണ്ട്. 2.5 അടി നീളം, 3 അടി ഇതിന്റെ ചിറകിന് വലിപ്പമുണ്ടെന്നാണ് പറയുന്നത്. ചില ബൈബിൾ സ്കോളേഴ്സിന്റെ അഭിപ്രായം അവര് മനസ്സിലാക്കിയതും അവർ പഠിച്ചതുമായ വിഷയമാണ്. റാവൻസ് എന്ന ഈ മലങ്കാക്കയ്ക്ക് 2.5 അടി നീളം, 3 അടി അതിന്റെ ചിറകിന് വലിപ്പമുണ്ടെന്നാണ് പറയുന്നത്. ഈ കാക്കയോടാണ് തൻ്റെ ദാസന് വേണ്ടി രാവിലെയും വൈകിട്ടും ഡ്യൂട്ടി ഏറ്റെടുക്കാൻ അപ്പവും ഇറച്ചിയും കൊടുക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ദൈവം കൽപ്പിച്ച് ആക്കിയ പല വിഷയങ്ങളെക്കുറിച്ചും കാണാൻ കഴിയുന്നുണ്ട്. യോനായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ യഹോവ കൽപ്പിച്ചാക്കിയ ഒരു മഹാമത്സ്യത്തെ കാണാം. ദൈവത്തിനറിയാം കപ്പലിൽ നിന്ന് യോനായെ എടുത്ത ഒരു വെള്ളത്തിലേക്ക് എറിയുമെന്ന്. ഭക്തൻ സമുദ്രത്തിലെ വെള്ളം കുടിച്ച് ചാകാതിരിക്കാൻ ഭക്തനെ കൊണ്ട് നിനവയെ മാനസാന്തരപ്പെടുത്താൻ, നിനവയിൽ അത്യുഗ്രം പ്രസംഗം ഭക്തനെ കൊണ്ട് നടത്തിക്കാൻ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ സ്തോത്രം ഭക്തനെ വിഴുങ്ങാൻ ദൈവം ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കി. നിങ്ങൾ യോനായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. യോനായെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടക്കപ്പെടലുമായി ബന്ധപ്പെട്ട് ഈ വാക്യത്തെ കർത്താവ് താരതമ്യം ചെയ്യുന്നുണ്ട്. 3 രാവും 3 പകലും യോന മഹാമത്സ്യത്തിന്റെ വയറ്റിൽ ഇരുന്നത് പോലെ എന്ന്. സ്തോത്രം. നിങ്ങൾ ആ മഹാമത്സ്യത്തിന്റെ അവസ്ഥ ഓർത്തു വയ്ക്കുക. ഈ കപ്പൽ കടലിലൂടെ പുറപ്പെടുന്ന സമയം മുതൽ ഇതിനോട് ചേർന്ന് മഹാമത്സ്യം നടക്കുക. കാര്യം കൽപ്പിച്ചാക്കിയതാ. അപ്പം ഈ കാറ്റും തിരമാലയും എല്ലാം കൂടെ വീശിയപ്പോഴേ ഈ കപ്പലിലുണ്ടായിരുന്നവർ ആദ്യം ചെയ്തത് ഇവരുടെ ചരക്കുകളെല്ലാം എടുത്ത് വെളിയിൽ സമുദ്രത്തിലോട്ട് ഇടുക, കടലിലോട്ടിടുക. അപ്പൊ ഈ മഹാമത്സ്യം ഓടി വരും. ദൈവം തന്നോട് കൽപ്പിച്ച ചരക്കാണോ എന്നറിയാൻ വേണ്ടി ഓടി വന്ന് നോക്കുമ്പോൾ ഇതല്ല. പ്രിയരെ, കാണുന്ന എല്ലാ ചരക്കിനും വാ തുറക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? കാണുന്ന എല്ലാ ചരക്കിനും
വാ തുറക്കരുത്. മത്സ്യത്തിന് മനസ്സിലായി ഇത് ദൈവം കൽപ്പിച്ചാക്കിയ ചരക്കല്ല. മത്സ്യം പുറകോട്ട് മാറി. ഫൈനലി യോന വന്ന് വീണതും മത്സ്യം അടുത്തേക്ക് ചെന്നപ്പോൾ മനസ്സിലായി ഇതാണ് ദൈവം കൽപ്പിച്ചാക്കിയത്. വാ തുറന്നു വിഴുങ്ങി. നോക്ക, യോനായെ വിഴുങ്ങുവാൻ ദൈവം കൽപ്പിച്ചാക്കിയിരുന്നു. സ്തോത്രം. മനസ്സിലാക്കണം, നിന്നെ എത്തിക്കേണ്ട ഡെസ്റ്റിനിയിൽ കൊണ്ടെത്തിക്കാൻ ഒറ്റ പ്രസംഗത്തിലൂടെ ഒരു രാജ്യത്തെ മുഴുവൻ, ചരിത്രത്തിൽ ആദ്യമാണ് അങ്ങനെ ഒരു സംഭവം, ഒറ്റ പ്രസംഗത്തിൽ ഒരു രാജ്യത്തെ മുഴുവൻ മടക്കിക്കൊണ്ട് പശ്ചാത്താപത്തിലേക്ക് കൊണ്ടുവന്ന് ഉണർവിലേക്ക് കൊണ്ടുവരാൻ യോനായി നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരിക്കുകയാണ്. എന്നാൽ വീണ്ടും യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വരുമ്പം, 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യോന വലിയ സങ്കടത്തിലാണ്. സങ്കടം എന്താന്ന് ചോദിച്ചാൽ, നിനവെ പട്ടണത്തെ ദൈവം ന്യായം വിധിച്ചില്ല. ദൈവത്തിന്റെ സ്വഭാവം അറിയാമല്ലോ. ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്. യോന പ്രസംഗിച്ചപ്പോൾ അവർ അനുതപിച്ചു, പശ്ചാത്തപിച്ചപ്പോൾ ദൈവം അവരെ അനർത്ഥത്തിൽ നിന്ന് വിടുവിച്ചു. യോന ഭയങ്കര സങ്കടത്തിലാണ്. അല്ലേലും ദൈവത്തിന്റെ സ്വഭാവം ഇങ്ങനെ, ഞാൻ പോയി പ്രവചിക്കും, അവരനുതപിക്കും, ദൈവം അത് മാറ്റിവിടും. യോനയുടെ പ്രവചന ശുശ്രൂഷയ്ക്ക് ഇപ്പോൾ ഇമേജിന് കോട്ടം തട്ടിയിരിക്കുക. കാരണം ഈ പുള്ളി പ്രവചിക്കുന്നേ ഉള്ളൂ, ഒന്നും നടക്കുന്നില്ലെന്നുള്ളതാണ്. അത് പുള്ളിയുടെ കുഴപ്പമല്ല. പുള്ളി ന്യായവിധി പറയും, ജനം അനുതപിക്കും, ദൈവം അത് മാറ്റിവിടും. താഴ്ചോ. അപ്പൊ ഈ സങ്കടത്തിലിരിക്കുമ്പോൾ യോനായുടെ സങ്കടം മാറ്റാൻ വേണ്ടി ദൈവം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യഹോവയായ ദൈവം ഒരാവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. രണ്ടാമത്തെ ദൈവത്തിന്റെ കൽപ്പന ആവണക്ക് പെട്ടെന്ന്. എന്തിനാണെന്നറിയോ? അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന്. ഇന്ന് രാവിലെ ചൂടേറിയ അനുഭവത്തിലൂടെ ആയിരിക്കാം നീ പോകുന്നത്. നിന്റെ ചില സങ്കടങ്ങളിലൂടെ നീ പോകുന്നത്. പക്ഷെ നിന്റെ സങ്കടങ്ങളിൽ നിന്ന് നിന്നെ വിടുവിച്ച് നിനക്കൊരു തണൽ നൽകിത്തരാൻ കർത്താവ് നിനക്ക് വേണ്ടി ചില ആവണക്കുകൾ കൽപ്പിച്ചുണ്ടാക്കാൻ പോകുകയാണ്. ആരോടൊക്കെ കർത്താവ് പറയുന്നു, നീ ഇപ്പോൾ കടന്നു പോകുന്ന സങ്കടങ്ങളിൽ നിന്ന് നിന്റെ തലയ്ക്കൊരു തണൽ നൽകിത്തരാൻ ദൈവാത്മാവ് ഈ നിമിഷങ്ങളിൽ, ഈ ദിവസങ്ങളിൽ ഒരാവണക്കിനെ നിനക്ക് വേണ്ടി കൽപ്പിച്ചുണ്ടാക്കാൻ പോകുകയാണ്. സ്തോത്രം. എന്നാൽ അവിടെ ഒരു പ്രത്യേക പദം എനിക്ക് ഇഷ്ടപ്പെട്ടു. ദൈവം കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ, കൽപ്പിച്ചുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരാവണക്ക് പെട്ടെന്ന് പൊങ്ങി വന്നു. അത് വളർന്ന് അവന്റെ തലയ്ക്ക് മിത തണലായിരുന്നു. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു എന്നാണ്. നമ്മുടെ ആളുകൾ യോനായെ പോലാണ്. അവർ ദാനങ്ങളിലാണ് സന്തോഷിക്കുന്നത്, ദാതാവിലല്ല. നമ്മുടെ ആളുകളിൽ പലരും ആവണക്കിൽ സന്തോഷിക്കുന്നവരാണ്, ദാനങ്ങളിൽ സന്തോഷിക്കുന്നവരാണ്, ദാതാവിൽ സന്തോഷിക്കുന്നവരല്ല. അതുകൊണ്ട് എന്താ പറ്റുന്നറിയോ? ദാനമില്ലാതെ പോകുമ്പോൾ നാം സന്തോഷം നഷ്ടപ്പെടും, നാം കോപിക്കും, നാം പിണങ്ങും. പക്ഷെ ഹബക്കൂക്ക് അങ്ങനല്ലായിരുന്നു. ഹബക്കൂക്ക് ദാനങ്ങളിലല്ല സന്തോഷിച്ചത്, ദാതാവിലാണ്. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പറഞ്ഞത്, അത്തിവൃക്ഷം ഫലം തന്നില്ലെങ്കിലും മുന്തിരിവള്ളി കായ്ച്ചില്ലെങ്കിലും ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായി, ഇതൊന്നും എൻ്റെ ആരാധനയെ ബാധിക്കത്തില്ല, ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഉല്ലസിക്കും. ഇന്ന് രാവിലെ സമയം ദൈവം നിന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കാൻ, നിനക്ക് തലയ്ക്ക് തണൽ തരാനൊക്കെ ആവണക്ക് തരും, ശരിയാ. പക്ഷേ ആ ആവണക്കിലായിരിക്കരുത് നിന്റെ സന്തോഷം. ആവണക്ക് തന്ന ദൈവത്തിലായിരിക്കണം നിന്റെ സന്തോഷം. ദാനങ്ങളിൽ സന്തോഷിക്കാതെ ദാതാവിൽ സന്തോഷിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ദൈവമക്കൾ ഇന്ന് രാവിലെ അടുത്തു വരാൻ പരിശുദ്ധാത്മാവ് ആഴത്തിൽ ചിലരോട് സംസാരിക്കുകയാണ്. സ്തോത്രം. ഇതുപോലെ തന്നെ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വന്നപ്പോൾ, പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി എന്നാണ് പറയുന്നത്. എന്തിനാണെന്നറിയോ? ആവണക്കിനെ കുത്തിക്കളയാൻ. നീ ദാനങ്ങളിൽ സന്തോഷിച്ച് ദാതാവിനെ മറന്നാൽ
ആ ദാനത്തെ കുത്തിക്കളയാൻ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കുകയാണ്. സ്തോത്രം. ഇതുപോലെ നിങ്ങൾ ഓർത്ത് നോക്കി, ഏലിയാവിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏലിയാവ് ഇരിക്കുന്നത് ഒരു കംഫോർട്ട് സോണിലല്ല. ഏലിയാവിനെ കംഫോർട്ട് സോണിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്ന് കെരീത്ത് തോടിന്റെ അരികെ ഇരുത്തിയിരിക്കുക. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഒരു വീടിനകത്തിരുന്ന് രാവിലെയും വൈകിട്ടും ഭക്ഷണം കഴിക്കുന്നതിന്റെ എന്തെങ്കിലും ഒരു സുഖം, എന്തെങ്കിലും ഒരു സൗകര്യം, എന്തെങ്കിലും ഒരു കംഫോർട്ട് ഒരു തോടിന്റെ അരികത്തിരുന്ന് ആരെങ്കിലും കാണുമോ എന്ന് ഭയന്നും രാവിലെയും വൈകിട്ടും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുമോ? വീട്ടിലെ സൗകര്യങ്ങൾ, വീട്ടിലെ സുഖങ്ങൾ, വീട്ടിലെ കംഫർട്ട് സോൺ ഒന്നും തോടിന്റെ അരികെ കിട്ടുകയില്ല. സ്തോത്രം. ഏലിയാവേ, നിന്നെ ഈ കെരീത്തിന്റെ കരയിൽ കൊണ്ടിരുത്തി എന്തിനാ അറിയാവും? നീ വീട്ടിൽ അനുഭവിച്ച ചില കംഫോർട്ട് സോണുകളുണ്ട്, ഇതുവരെ നീ അനുഭവിച്ച ചില കംഫോർട്ട് സോണുകളുണ്ട്. ഞാൻ അതിനകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. സ്തോത്രം. ഞാൻ അതിനകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. അതിനാണ് ദൈവം നിനക്ക് വേണ്ടി കെരീത്തൊരുക്കിയത്. അതിനാണ് ദൈവം നിനക്ക് വേണ്ടി സാരഭാത്തൊരുക്കിയത്. എന്തിനാണെന്നറിയാമോ? നീ ആ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ നീ ശുശ്രൂഷയ്ക്ക് വേണ്ടി ബലപ്പെടൂ, നീ കർമ്മേലിൽ നിൽക്കത്തക്ക രീതിയിൽ കരുത്തനാകൂ. കർത്താവിനോട് പറയുന്നു, നിന്റെ ലൈഫിൽ ചില കെരീത്തുകളും നിന്റെ ലൈഫിൽ ചില സാരഭാത്തുകളും ദൈവം നിനക്ക് വേണ്ടി റെഡിയാക്കുന്ന എന്തിനാണെന്നറിയാവോ? നിന്റെ കംഫോർട്ട് സോണിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കാൻ, നിന്നെ ശുശ്രൂഷയിൽ ശക്തനാക്കി തീർക്കാൻ വേണ്ടിയാണ്. നീ ആഗ്രഹിക്കാത്ത ചില കംഫോർട്ട് സോണിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടിരുന്നത്. നോക്കി, ഇസ്രായേൽ മക്കൾ ഒരു കംഫോർട്ട് സോണിലായിരുന്നു. സ്തോത്രം. അവര് ഹോഷേൻ ദേശത്ത് മനോഹരമായി പാർക്കുമ്പോഴാണ് യോസഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നത്. ദൈവം അവരുടെ കംഫോർട്ട് സോൺ പൊളിക്കുക. സ്തോത്രം. എന്തിനാ പൊളിക്കാന്നറിയാമോ? ഇവർ ഈ കംഫോർട്ട് സോണിലായിരുന്നെങ്കിൽ, യോസഫിനെ അറിയാവുന്ന രാജാവായിരുന്നെങ്കിൽ, ഇവർക്കെല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്ത് ഇവരവിടെ തന്നെ പാർത്തേനെ. അവർക്ക് കനാൻ നാടും വേണ്ട, അബ്രഹാമിന്റെ ദേശവും വേണ്ട, വാക്തത്വവും വേണ്ട. ദൈവം അപ്പോൾ എന്ത് ചെയ്തു? യോസഫിനെ അറിയാത്തൊരു രാജാവിനെ അയച്ച് അവരുടെ മേലുള്ള പീഡനം വർദ്ധിപ്പിച്ചു. ഇടി വർദ്ധിപ്പിച്ചപ്പോൾ കംഫോർട്ട് സോൺ പൊളിഞ്ഞു. അപ്പോൾ മുതൽ അവർക്ക് ആഗ്രഹം തോന്നി, ഇവിടെ നിന്ന് പുറപ്പെടണം, കനാനിലേക്ക് പോകണം. കണ്ടോ? മനസ്സിലാക്കണം, നിങ്ങൾക്ക് കംഫോർട്ട്സ് ആയിട്ടുള്ള ഒരു സോണിനകത്താണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ശുശ്രൂഷയിൽ ബലപ്പെടത്തില്ല. നിങ്ങൾക്ക് പുറപ്പെടാൻ താല്പര്യം ഉണ്ടാകത്തില്ല, നിങ്ങൾ ശക്തരാകത്തില്ല. നോക്കി, 20 വർഷം ലാബാന്റെ വീട്ടിലെത്തിയ യാക്കോബ് അവിടുന്ന് പുറപ്പെടണമെന്ന് താല്പര്യം തോന്നാൻ കാരണം എന്താ? യാക്കോബിന്റെ അനുഭവം ഇപ്പോൾ ഒരു കംഫോർട്ട് സോണിലല്ല. കാരണം യാക്കോബിന്റെ മുഖം പഴയതുപോലല്ല തനിക്ക് നേരെ, ലാബാന്റെ മുഖം പഴയതുപോലല്ല തനിക്ക് നേരെ എന്ന് യാക്കോബിന് മനസ്സിലായി. അതെ, ലാബാന്റെ മറ്റു മക്കൾ താൻ ലാബാനെ പറ്റിച്ചാണ് ധനം സമ്പാദിച്ചെന്ന് പറയുന്നത് യാക്കോബിന് മനസ്സിലായി. ചുറ്റുമുള്ള സാഹചര്യങ്ങളൊന്നും തനിക്ക് അനുകൂലമല്ലെന്ന് മനസ്സിലായി. തൻ്റെ കംഫോർട്ട് സോണിനകത്തുനിന്ന് താൻ വല്ലാതെ അസ്വസ്ഥപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് യാക്കോബിനെ പുറപ്പെടുവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സമയം കർത്താവിനോട് പറയുന്നു, നീ ആഗ്രഹിക്കാത്ത ചില അവസ്ഥകളിലൂടെ ആയിരിക്കാം നീ പോകുന്നത്. നീ ആഗ്രഹിച്ച സുഖമോ, നീ ആഗ്രഹിച്ച ജോലിയോ, നീ ആഗ്രഹിച്ച സൗകര്യങ്ങളോ ഒന്നും കാണുകയല്ല. പക്ഷെ നീ ഇതിൽ അധൈര്യപ്പെടരുത്. ദൈവം നിന്നെ അവിടുന്ന് പറിക്കുകയാണ്. ദൈവം നിന്നെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. നിനക്ക് നീ ആഗ്രഹിക്കാത്ത ചില കെരീത്തുകൾ നൽകി, നീ ആഗ്രഹിക്കാത്ത സാരഭാത്തിലെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത് പോലുള്ള അവസ്ഥകൾ നിനക്ക് നൽകിത്തന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ശക്തമായൊരു ശുശ്രൂഷയ്ക്കായി, തീയിറക്കുന്ന ഒരു കർമ്മേലിൽ നിന്നെ നിർത്തുവാൻ, ദൈവത്തിന് നിന്നെ ശുശ്രൂഷയെ ശക്തിപ്പെടുത്താനാണ് അവൻ നിന്നെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്. ആകയാൽ ഇന്ന് രാവിലെ സമയം ഈ ദൂതിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെടുവാൻ ദൈവമക്കൾ തയ്യാറാകാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ദൈവം ഇവിടെ കെരീത്ത് തോടിനരികെ ഇരുത്തിയപ്പോൾ എത്ര നാൾ ഈ തോടിന്റെ കരയിൽ ഇരിക്കണമെന്ന് ദൈവം പറഞ്ഞില്ല. സമയം ദൈവം പറഞ്ഞില്ല. സമയം ദൈവം മറച്ചു വെച്ചു. കർത്താവ് നിന്നോട് സമയം പറയത്തില്ല, എത്ര നാൾ നീ കാത്തിരിക്കണമെന്ന്, എത്ര നാള് നീ തോടിന്റെ കരയിൽ ഇരിക്കണമെന്ന്. ദൈവം കരയിൽ ഇരിക്കാനേ പറഞ്ഞുള്ളൂ. സമയം ദൈവം പറയില്ല. സമയം ദൈവം മറച്ചു വെച്ചു. അത് ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെടുന്ന കാര്യമാണ്. സ്തോത്രം. നിങ്ങൾ നോക്കി, എന്തിനാ ദൈവം സമയം മറച്ചു വെച്ചെന്നറിയോ? ഓരോ ദിവസവും
നീ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാനാണ് ദൈവം സമയം മറച്ചു വെച്ചത്. സ്തോത്രം. സമയം മുൻകൂട്ടി പറഞ്ഞാൽ നമ്മുടെ ആശ്രയം അതിനനുസരിച്ച് ഉണ്ടാകത്തുള്ളൂ. പക്ഷേ സമയം ദൈവം മറച്ചു വെച്ചത് എല്ലാ ദിവസവും നീ ആ ഡെസ്റ്റിനിയിൽ എത്തുന്നിടം വരെ ദൈവത്തിൽ ആശ്രയിച്ച് ഏലിയാവ് ജീവിക്കണം. ദൈവത്തിൽ ആശ്രയിച്ച് നാം ജീവിക്കാൻ വേണ്ടി ദൈവം സമയം മറച്ചു വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഈ നമ്മള് ഏലിയാവിന് പകരം നമ്മളായിരുന്നെങ്കിലേ എല്ലാ ദിവസവും ഒരു വലിയ വടിയൊക്കെ ആയിട്ട് കെരീത്ത തോട്ടിനകത്തോട്ട് വടി ഇറക്കിയിട്ട് വെള്ളം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ അത് അളന്ന് നോക്കിയായിരിക്കും. കാരണം ഈ വെള്ളം എത്ര ദിവസം നിൽക്കുമെന്നുള്ളത് അളന്ന് നോക്കി അതിനനുസരിച്ച് ഇത്ര നാളെ കൂടുതൽ ഇവിടെ താമസിക്കാൻ പറ്റുകയില്ല എന്നുള്ള കണക്കെടുത്തേനെ. നമ്മള് ദൈവത്തെ ഐഡിയ പഠിപ്പിക്കുന്ന പാർട്ടികളാണ്. സ്തോത്രം. അവിടെയാണ് നമ്മുടെ ഈ പരാജയങ്ങളുടെ പലതിനെയും ഒരു പ്രധാനപ്പെട്ട വിഷയം. സ്തോത്രം. ഇവിടെ ഏലിയാവ് വളരെ ടെൻഷനില്ല. കാരണം ഭക്ഷണം കൊണ്ടുവരുന്ന കാക്കയാണ്. കാക്കയോട് കാക്കയെ നാളെ അല്പം നേരത്തെ വരണം കേട്ടോ, എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ വിശപ്പ് കൂടുതലാണേ എന്ന് വല്ലതും പറയാൻ പറ്റുമോ? ഈ കാക്ക വരുമെന്ന് പോലും ഉറപ്പില്ല. സ്തോത്രം. പക്ഷേ ഭക്തന് വേണ്ടി കൽപ്പിച്ചാക്കിയ കാക്കയാണെങ്കിൽ ഗതി മാറത്തില്ല, ദിശ മാറത്തില്ല, നിന്റെ അടുക്കൽ വന്നിരിക്കും. സ്തോത്രം. ദൈവം നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയ കാക്കകൾക്ക് ഗതിയോ റൂട്ടോ ദിശയോ മാറിപ്പോകാൻ കഴിയില്ല. അത് നിന്റെ അടുക്കൽ വന്നിരിക്കും. സ്തോത്രം. നോക്കി. അപ്പോൾ ഇവിടെ കൽപ്പിച്ചാക്കിയ കാക്ക കൃത്യസമയത്ത് വരികയാണ്. സ്തോത്രം. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയൊരു ചിന്ത, ഞാൻ റെഫറൻസുകൾ പറയുന്നില്ല, അധ്യായം പറയാം, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. എന്തിനാണ് ദൈവം ഈ കാക്കയിലൂടെ ഏലിയാവിന് ഭക്ഷണം കൊടുത്തേ? ഇതൊരു വിരോധാഭാസമാണ്. കാരണം വേറെ പല ജീവികളുണ്ടായിരുന്നു, പക്ഷികളിൽ തന്നെ കൊള്ളാവുന്ന പല ജീവികളുണ്ടായിരുന്നു. ഇവയെ ഒന്നും അപ്പോയിൻമെന്റ് ചെയ്യാതെ ഈ കാക്കയിലൂടെ തന്നെ എന്തിനാണ് ഏലിയാവിന് ഭക്ഷണം കൊടുത്തത്? അതൊരു വിരോധാഭാസമായി തോന്നി. കാരണം ലേവ്യ പുസ്തകം 11-ാം അധ്യായവും ആവർത്തന പുസ്തകം 14-ാം അധ്യായവും നമ്മൾ വായിക്കുമ്പോൾ കാക്ക എന്ന് പറയുന്നത് ഒരു അശുദ്ധ ജീവിയാണ് ഈ അധ്യായങ്ങളിൽ നാം കാണുന്നത്. സ്തോത്രം. അപ്പോൾ കാക്കയെ അശുദ്ധ ജീവികളുടെ കൂടെയാണ് കാക്കയെ നമുക്ക് ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിലും നമുക്ക് കാണുന്നത്. സ്തോത്രം. നിങ്ങൾ ലേവ്യ 11-ന്റെ-15 ഒക്കെ ഒരു അശുദ്ധ ജീവിയായിട്ട് കാണും. അപ്പം ലേവ്യ 11-ലും ആവർത്തനം 14-ലും കാക്കയെ അശുദ്ധ ജീവിയുടെ കൂട്ടത്തിലാണ് കൂട്ടിയിരിക്കുന്നത്. അവ യഹൂദന് നിഷിദ്ധമായിരിക്കുന്ന ഒരു ജീവിയാണ് ഏത്? കാക്ക. അവ ഏലിയാവ് ആരാണ്? ഏലിയാവ് ഒരു കറതീർന്ന യഹൂദനാണ്. അപ്പം യഹൂദനായിരിക്കുന്ന ഈ ഏലിയാവിന് നിഷിപ്തമായിരിക്കുന്ന ജീവിയാണ് കാക്ക. യഹൂദനായിരിക്കുന്ന ഏലിയാവിന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു ജീവിയാണ് കാക്ക. സ്തോത്രം. അപ്പോൾ ആ കാക്കയിലൂടെ തന്നെ, നിഷിപ്തമായ ജീവിയിലൂടെ തന്നെ എന്തിനാണ് ദൈവം ഭക്തന് വേണ്ടി പ്രൊവിഷൻ ഒരുക്കിയത്, ആകാരമൊരുക്കിയത്? ഒരു വളരെ ഗൗരവമുള്ള വിഷയമാണ്. സ്തോത്രം. കർത്താവിനോട് അതിപ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറഞ്ഞു. എന്തിനാണ് കാക്കയിലൂടെ തന്നെ ഏലിയാവിന് ദൈവം ഭക്ഷണമൊരുക്കിയത്? ഒന്നാമത്തെ കാര്യം, ഏലിയാവിനെ വളരെ വിനയമുള്ളവനാക്കി തീർക്കാനാണ് ദൈവം കാക്കയിലൂടെ തന്നെ ഈ ആകാരം ഒരുക്കിയത്. സ്തോത്രം. തനിക്ക് നിഷിദ്ധമായ, തനിക്ക് പാടില്ലാത്ത ഈ ജീവിയിലൂടെ തനിക്ക് ആകാരം ഒരുക്കിയത് തന്നെ വിനയമുള്ളവനാക്കി തീർക്കാൻ. നിനക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളിലൂടെ ദൈവം നിന്നെ കൊണ്ടുപോകുന്നത് നിന്നെ കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്ന വിനയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. സ്തോത്രം. രണ്ടാമത്തെ കാര്യം,
കാക്കയിലൂടെ ദൈവം ആഹാരം ഒരുക്കിയതിൻ്റെ രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് ആരെയും ഏതിനെയും ഏതു നേരത്തും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള സത്യം ഏലിയാവിനെ ദൈവം ബോധ്യപ്പെടുത്തുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് കാക്കയെന്നല്ല, ഈ ലോകത്തിലെ ചില പുഴു എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ, കുഞ്ഞിതാ. ദൈവത്തിന് എന്തിനേയും ആരെയും എപ്പോഴും ഏതു നേരത്തും നിനക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. രാവിലെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ വിചാരിക്കുന്ന നാട്ടിലെ പണമുള്ളവരെ കൊണ്ടല്ല, നാട്ടിലെ കൊട്ടാരത്തിലുള്ളവരെ കൊണ്ടല്ല, അധികാരികളെ കൊണ്ടൊന്നല്ല, നീ ഒരിക്കലും സ്വപ്നത്തെ ചിന്തിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു ഏറ്റവും സാധുവായ ഒരു പക്ഷേ പുഴുവെന്ന് നിനക്ക് തോന്നിക്കുന്ന ഏതിനെയും എന്തിനേയും എപ്പോഴും ഏതു സമയത്തും നിനക്ക് വേണ്ടി ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും എന്നുള്ളത് ദൈവം കാക്കയിലൂടെ ഭക്ഷണം കൊടുത്തുകൊണ്ട് ഏലിയാവിനെ ബോധ്യപ്പെടുത്തുകയാണ്. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, ദൈവം ഏലിയാവിനെ സംതൃപ്തി പഠിപ്പിക്കുകയാണ്. എന്ത് പഠിപ്പിക്കുകയാണ്? സംതൃപ്തി പഠിപ്പിക്കുക. ഞാൻ നിങ്ങളോടല്ല കേട്ടോ, എന്നോട് തന്നെ ഈ ദൂതുകൾ ഒത്തിരി ഇടപെടുന്നുണ്ട്. ഞാൻ ഈ ഭാഗം പഠിക്കുമ്പോൾ കർത്താവ് ഈ ദൂത് എന്നോട് ഒത്തിരി ദൈവം സംതൃപ്തി പഠിപ്പിക്കുകയാണ് ഏലിയാവിനെ. 1 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവം ഏലിയാവിനെ സംതൃപ്തി പഠിപ്പിക്കുകയാണ് ഈ കാക്കയിലൂടെ ഭക്ഷണം കൊടുത്ത്. എന്താണ് അവിടെ മനസ്സിലാക്കുന്നത്? സ്തോത്രം. ഫിലിപ്പ് ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഫിലിപ്പ് ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പ് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരും പറയുന്നൊരു വാക്യമാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. മലയാളം ബൈബിളിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ മിസ്റ്റേക്കാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടെന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് യുവർ നീഡ് എന്നാണ്, യുവർ നീഡ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നാണ്. അപ്പൊ ദൈവം നടത്തി തരുന്നത്, ദൈവം തീർത്തു തരുന്നത് നമ്മുടെ ആഗ്രഹങ്ങളല്ല, ദൈവം തീർത്തു തരുന്നത് നമ്മുടെ ആവശ്യമാണ്. നോക്കുക, ദൈവം നിന്റെ ബേസിക് നീഡ്സുകളാണ് തീർത്തു തരുന്നത്, അല്ലാതെ നാം ആഗ്രഹിക്കുന്ന ഒരു ലക്ഷറി ലൈഫ് അല്ല. ദൈവം നിന്റെ ആവശ്യങ്ങൾ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആഗ്രഹങ്ങൾ തീർക്കാമെന്നല്ല എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദൈവത്തിന്റെ മെനു വളരെ രസകരമാണ്. രാവിലെയും വൈകിട്ടുമാണ് ഏലിയാവിനുള്ള ആഹാരം. ഉച്ചയ്ക്ക് ആഹാരമൊന്നുമില്ല. തോട്ടിലിറങ്ങി വേണമെങ്കിൽ വെള്ളം കുടിച്ചോണം. സ്തോത്രം. രാവിലെയും വൈകിട്ടും മാത്രം ഭക്ഷണം കൊടുക്കുന്ന മെനു മാത്രമേ ഉള്ളൂ. വീട്ടിലായിരുന്നെങ്കിൽ 3 നേരം കഴിക്കായിരുന്നു. ഇത് കംഫർട്ട് സോണിന് വെളിയിലാണ്. രാവിലെയും വൈകിട്ടും ആഹാരമുണ്ട്, ഉച്ചയ്ക്ക് ആഹാരമില്ല, തോട്ടിലിറങ്ങി വെള്ളം കുടിച്ചാണ്. ദൈവത്തിന്റെ മെനുവിനകത്ത് രാവിലെയും വൈകിട്ടും മാത്രമേ ഉള്ളൂ ആഹാരം. സ്തോത്രം. നോക്കുക, നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഏകദേശം 1 വർഷക്കാലമാണ് ഏലിയാവ് ഈ കെരീത്ത് തോടിന്റെ അരികെ ഇരുന്നത്. ഈ 1 വർഷത്തെ മെനുവിന് ഒരു മാറ്റവുമില്ല. അയ്യോ, ഞാൻ വിചാരിച്ചു ഞാനൊക്കെ ആയിരുന്നു പെട്ടുപോയാലും. കാരണം എനിക്കൊക്കെ ആണെങ്കിൽ കുറഞ്ഞതൊരു 3 കൂട്ടം കറിയെങ്കിലും ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. അതും എല്ലാ ദിവസവും ഒരേ കറിയാണെങ്കിൽ ഞാൻ ഹോട്ടലിൽ പോയി കഴിക്കും. സ്തോത്രം. നോക്കി, പക്ഷേ ഒരു വർഷം അടുത്ത് ഈ 1 വർഷം അടുത്ത് ഒരേ മെനു, ഒരു മാറ്റവുമില്ല. അയ്യോ, എങ്ങനെ സഹിക്കും? പറ്റുകയില്ല, ഭയങ്കര പാടാണ്. നിങ്ങൾ ഓർത്തേക്ക്, നിങ്ങളുടെ വീട്ടിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാ ദിവസവും അമ്മമാർ ഒരേ കാര്യമാണ് ഉണ്ടാക്കുന്നെങ്കിൽ തീർന്നില്ലേ? എന്തെല്ലാം പ്രശ്നം ഉണ്ടായിരിക്കും. സ്തോത്രം. പക്ഷേ ഈ പുള്ളിക്ക് ഒരക്ഷര പരാതിയില്ല. പണ്ട് ഒരാൾ പറഞ്ഞു, ഭാര്യ എന്നും വീട്ടിൽ പുട്ടാ ഉണ്ടാക്കുന്ന രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. പല പ്രാവശ്യം ഭാര്യയോട് പറഞ്ഞിട്ട് പുള്ളിക്കാരി മാറ്റുന്നില്ല. ആ ദേഷ്യത്തിന് പുള്ളി ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഹോട്ടലിൽ പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിരുന്ന ആദ്യമായിട്ടാണ് പോകുന്നത്. തൊപ്പിയൊക്കെ വെച്ച വെയിറ്റർമാർ വന്ന് കുറെ മെനു കാർഡ് കാണിച്ചു. പുള്ളിക്ക് ഇതൊന്നും വായിക്കാനും മനസ്സിലൊന്നും അറിയത്തില്ല. പുള്ളി എന്തോ ഒന്നും കണ്ടു കൊള്ളാൻ തോന്നിയപ്പോൾ വിരൽ ചൂണ്ടി ഇത് കൊണ്ടുവരാൻ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പം ദാണ്ട് എന്തിനെ പേടിച്ച് വീട്ടിൽ നിന്ന് ഓടിയോ അതേ സാധനം പ്ലേറ്റ് വരിക. എന്താ? പുട്ട്. എന്നതുപോലെ ഈ
എല്ലാ ദിവസവും നമ്മളെ ആരാന്നേലും, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ആരാണെങ്കിലും ഒരേ ഭക്ഷണമാണെങ്കിൽ, ഇസ്രായേൽ മക്കൾ മന്ന കഴിച്ചിട്ട് പോലും പറഞ്ഞു ഈ സാരമില്ലാത്ത ആഹാരത്തോട് ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയണോ? 4 ദിവസം ഒരേ സാധനം കഴിച്ചാൽ നമ്മൾ അസ്വസ്ഥപ്പെടും. പക്ഷെ ഒരു വർഷക്കാലം രാവിലെ അപ്പം വൈകിട്ട് ഇറച്ചി, മെനുവിൽ ഒരു വ്യത്യാസമില്ല. എന്താണെന്നറിയോ? ദൈവം സംതൃപ്തിപ്പെടാൻ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഒരു കാര്യം പറയാം, നീ ഇപ്പൊ പോകുന്ന ഈ അവസ്ഥയുണ്ടല്ലോ, ഇത് അറിഞ്ഞോണ്ട് ദൈവം തരിക. കാരണം നിനക്കതില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല, ഇതില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല, അങ്ങനല്ല ജീവിക്കാൻ പറ്റുകയില്ല. ദൈവം നിന്നെ ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്. ദൈവം നിന്നെ ഈ സാഹചര്യങ്ങളോട് വിടുന്ന എന്തിനാണെന്നറിയോ? നിന്നെ സംതൃപ്തിയോടെ ജീവിക്കാൻ പഠിപ്പിക്കുക. നമുക്ക് സംതൃപ്തിയില്ല. എബ്രായ ലേഖനം പറയുന്നു, ഉള്ളതിനകത്ത് സംതൃപ്തിപ്പെടുന്നവനെ ഒരു നാളും ഞാൻ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇന്ന് രാവിലെ സമയം ഏലിയാവേ, നിനക്ക് കാക്കയിലൂടെ തന്നെ ഭക്ഷണം തരുന്നത് നിന്നെ വിനയത്തിലേക്ക് പഠിപ്പിക്കുക. ഏത് സമയത്തും ഏത് കാര്യത്തെയും നിനക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്ന് ദൈവം ബോധ്യപ്പെടുത്തുകയാണ്. സംതൃപ്തിയിൽ ജീവിക്കാൻ ദൈവം ഏലിയാവിനെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഒരു പെറുപെറുപ്പ് ഏലിയാവിന്റെ വായിന്ന് വന്നില്ല. എനിക്കിത് പോരാന്ന് പറഞ്ഞില്ല. ഇസ്രായേൽ മക്കളുടെ ഏറ്റവും വലിയ പാവം പെറുപെറുപ്പായിരുന്നു. ദൈവം ഭക്തനെ സംതൃപ്തിയോടെ ജീവിക്കാൻ ആ ഒരു വർഷം കൊണ്ട് പഠിപ്പിക്കുക. സ്തോത്രം. അപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം അതുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ഈ 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. 1 രാജാക്കന്മാർ 17-ന്റെ 4-ാം വാക്യത്തിൽ തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന്. നോക്കിയ ആ പദം വളരെ ഇമ്പോർട്ടൻ്റ് ആ. ദയർ നോക്കി, അവിടെ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന്. അവിടെ അണ്ടർലൈൻ. എവിടെ? സ്തോത്രം. ദൈവം കൽപ്പിച്ചാക്കിയ തോടിന്റെ കരയിൽ. സ്തോത്രം. അപ്പോൾ അവിടെ ദൈവമാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. എന്നാൽ ദൈവമാണ് നിനക്ക് വേണ്ടിയുള്ള എല്ലാ സംരക്ഷണവും, നിനക്ക് വേണ്ടിയുള്ള എല്ലാ കരുതലും ക്രമീകരിക്കുന്ന ദൈവമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ ഹിതത്തിന്റെ കീഴിൽ ഏലിയാവായിരിക്കാൻ ദൈവം കൽപ്പിച്ചാക്കിയൊരു സ്ഥലമുണ്ട്. ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ, ദൈവഹിതത്തിൽ ഏലിയാവായിരിക്കാൻ ദൈവം കൃത്യമായൊരു സ്ഥലം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ആ സ്ഥലമാണ് കെരീത്ത്. അവിടെ മാത്രമേ ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകൂ. അവിടെ മാത്രമേ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കാൻ കഴിയൂ. ഇന്ന് രാവിലെ നിങ്ങളും ചിന്തിച്ചു നോക്കിയേ, ഈ കെരീത് തോട് വിട്ട് ഏലിയാവ് എവിടെയെങ്കിലും പോയാൽ, ഈ കെരീത് തോട് വിട്ട് ഏലിയാവ് മറ്റെങ്ങോട്ടെങ്കിലും മൂവ് ചെയ്താൽ, ഈ നിലയിലുള്ളൊരു സംരക്ഷണം അനുഭവിക്കാൻ, ഈ നിലയിലുള്ളൊരു കരുതൽ അനുഭവിക്കാൻ ഒരിക്കലും ഏലിയാവിന് എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. അപ്പോൾ ദൈവം ക്രമീകരിക്കുന്ന ഈ സംരക്ഷണം, ദൈവം ക്രമീകരിക്കുന്ന ഈ കരുതൽ, ദൈവഹിതത്തിനകത്തുള്ള ആ പ്ലേസിൽ മാത്രമേ കിട്ടുകയുള്ളൂ. കുടിക്കാൻ വെള്ളം കിട്ടും, കഴിക്കാൻ ഭക്ഷണം കിട്ടും. എവിടെ ആയിരിക്കുമ്പോഴാണെന്നറിയാമോ? കെരീത്തിലായിരിക്കുമ്പോൾ, ദൈവഹിതത്തിന്റെ കീഴെ ദൈവം പറഞ്ഞ കൃത്യ സ്ഥലത്തു മാത്രം. ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു. ഇന്ന് നാം ഓരോരുത്തരും ദൈവം ഉദ്ദേശിക്കുന്ന കെരീത്തിന്റെ കരയിലാണോ? ഇന്ന് നാം ഓരോരുത്തരും ദൈവം ഉദ്ദേശിക്കുന്ന, ദൈവം നിന്നോട് കൽപ്പിച്ചാക്കിയ ആ കെരീത്തിന്റെ കരയിലാണോ ഇരിക്കുന്നത്? ഒന്നുകൂടെ പറയാം, ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിലാണോ ഞാനും നിങ്ങളും? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ അസാധാരണകരമായ സുരക്ഷിതത്വവും അസാധാരണകരമായ സംരക്ഷണവും തരാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് ഇന്ന് രാവിലെ ആത്മാവ് പറയുന്നു. കർത്താവിനോട് വളരെ ക്ലിയറായി പറയുന്നു, കുഞ്ഞെ, നിനക്കെല്ലായിടത്തും എൻ്റെ സംരക്ഷണം കിട്ടത്തില്ല, നിനക്കെല്ലായിടത്തും എൻ്റെ കരുതൽ കിട്ടത്തില്ല. ഞാൻ നിന്നോട് പറഞ്ഞ ദൈവഹിതത്തിൽ, എൻ്റെ ഹിതത്തിൻ്റെ ഒരു സ്ഥലമുണ്ട്. നീ അവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ, ആ കെരീത്തിലാണെങ്കിൽ, ഞാൻ എൻ്റെ ഹിതത്തിൽ പറഞ്ഞൊരു രാജ്യമുണ്ട്, അവിടെയാണ് നീ എത്തിയിരിക്കുന്നതെങ്കിൽ,
എൻ്റെ ഹിതത്തിന് കീഴെ ഞാൻ പറഞ്ഞൊരു ലൊക്കേഷൻ ഉണ്ട്. അവിടെയാണ് നീ ആയിരിക്കുന്നതെങ്കിൽ അവിടെ ഇന്ന് വരെ ആർക്കും കിട്ടാത്ത സംരക്ഷണം, ഇന്ന് വരെ ആർക്കും കിട്ടാത്ത കരുതൽ നിനക്ക് വേണ്ടി ഒരുക്കിത്തരാൻ ഞാൻ ശക്തനാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ ആ ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിലേക്ക് മടങ്ങി വരിക. ദൈവഹിതത്തിന്റെ കീഴിലുള്ള ആ കേന്ദ്രത്തിലേക്ക് നീ വരിക. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ കെര്യത്തിലേക്ക് വരിക. ദൈവം നിനക്ക് വേണ്ടി അവിടെ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിലേക്ക് നീ എത്തിച്ചേരുക. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ദൈവം ഞാൻ നിൽക്കാൻ ഉദ്ദേശിച്ച കെര്യത്തിലാണോ എന്ന്, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിലാണോ എന്ന് ഒരു പുനഃപരിശോധനയ്ക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം. നാളെ നമുക്ക് ഇതിന്റെ വാക്യഭാഗം ചിന്തിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ദൈവം ഭക്തന് വേണ്ടി പ്രൊവിഷൻസുകൾ ഒരുക്കിയ ദൈവമാണ്. ഭക്തന് വേണ്ടി കരുതലുകൾ ഒരുക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. അതേ, സ്വാഭാവികമായ മാർഗങ്ങൾ പരാജയപ്പെടുമ്പോൾ അസ്വാഭാവികമായ മാർഗങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ നമ്മെ നടത്തുന്ന ദൈവമാണ്. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എല്ലാവരുടെ ഉള്ളത്തിൽ ഈ വചനം കത്തണം. എല്ലാവരുടെ ഉള്ളത്തിൽ ഈ വചനം ഉറപ്പാകണം. വചനം നിങ്ങളെ ധൈര്യപ്പെടുത്തണം. പിതാവേ, ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. നസറേയനായ യേശുവിന്റെ നാമത്തിൽ ഹോളി സ്പിരിറ്റ് ഇവരെ ടേക്ക് ഓവർ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അസാധാരണകരമായ നന്മകൾ, ഉയർച്ചകൾ, വഴികൾ ദൈവം ഒരുക്കി കൊടുത്ത് ഇവരുടെ മുഖത്തെ ആദരിക്കണം. ഈ വചനത്തിന്റെ ശക്തിയാൽ കർത്താവിനെ മാനിക്കണം. ഹോളി സ്പിരിറ്റ് ഇവരെ ആഴത്തിൽ സ്പർശിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ഇവരുടെ മേൽ പകരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ മേഘ പ്രത്യക്ഷത വരെ ഇന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പ്രഭാതത്തിൽ ജയം നൽകിയ പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും സമാധാനം, വന്ദനം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു ഓൾ.